ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് കേട്ടിട്ടേയുള്ളൂ. കോൺഗ്രസിന്റെ അവസ്ഥ ഏതാണ്ട് ഇതാണിപ്പോൾ. PV അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടങ്ങി. അൻവർ മുന്നണിയിൽ വേണ്ട എന്ന് സതീശൻ ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനിക്കേണ്ട എന്ന് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു. അന്നേ സുധാകരൻ പറഞ്ഞതാണ്, KPCC അധ്യക്ഷനെ മാറ്റുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്നതാണ് അതിൻ്റെ ഒരു രീതി. പോകുന്നെങ്കിൽ ഞാൻ സതീശനെയും കൊണ്ടേ പോകൂ എന്ന്. എന്നാൽ ആരും ആ മുറവിളി വിലക്കെടുത്തില്ല. അങ്ങനെയെങ്കിൽ കിട്ടുന്ന അവസരത്തിൽ മുഴുവൻ സതീശനിട്ട് നല്ല കൊട്ടുകൊടുക്കാൻ തന്നെയാണ് സുധാകരന്റെ തീരുമാനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയാണെന്നും അൻവറിന്റെ കയ്യിലുള്ള വോട്ട് UDFന് കിട്ടിയില്ല എങ്കിൽ അത് തിരിച്ചടിയാകുമെന്നും ഇക്കാര്യം VD സതീശനുമായി സംസാരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. വ്യക്തിപരമായ അഭിപ്രായം അൻവർ മുന്നണിക്കകത്ത് വേണമെന്നാണ് സുധാകരന്റെ പക്ഷം. ആരും അൻവറിനെ ക്ഷണിച്ചിട്ടില്ല, അങ്ങോട്ട് ചെന്ന് പറഞ്ഞതല്ല, അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ് എന്നും മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞു. അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർത്ത സുധാകരൻ ഷൗക്കത്തിനെതിരായ കാര്യം പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ല എന്നും പറഞ്ഞു. ചർച്ച നടത്തി തീരുമാനിക്കേണ്ടതാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത്. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും അൻവർ മുന്നണിയിൽ വേണ്ടത് പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നും അദ്ദേഹം മുസ്ലിം ലീഗിന് അൻവറിനെ കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ട് എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അൻവറിനെതിരായ നേതാക്കളുടെ വികാരം സ്വാഭാവികമാണ്. മുന്നണിയിൽ വന്നിട്ട് എതിരഭിപ്രായം പറയാൻ പറ്റില്ല. അൻവറിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ UDFന് അത് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവിയിൽ UDFന് അൻവർ ബാധ്യതയാകുമെന്ന് തോന്നുന്നില്ല. ഘടകകക്ഷിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഇത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല, പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാകും. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് അൻവറിനെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അൻവർ തയ്യാറാവണമെന്നുകൂടി സുധാകരൻ പറയാൻ മറന്നില്ല. പക്ഷേ കാര്യങ്ങൾ വീണ്ടും പൊടിപൊടിക്കുകയാണ്.